നമ്മൾ നമ്മളുടെ ILP പ്രോബ്ലം എന്നുള്ള സെക്ഷനിലെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് ബേസിക് റിസൾട്ടുകളാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. തിയറം: ഇഫ് ആൻ ഓപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് minimize f of x equal to cx subject to the constraints x belongs to SF exists and TF is non-empty, then optimal solution of minimize f of x equal to cx subject to the constraint x belongs to TF and minimize f of x equal to cx subject to the constraint x belongs to convex L of Tx exists. Moreover, optimal solution of 1 is a lower bound for the optimal solution of 2 and 3. അതായത് ഞാൻ പറയുന്നത് ഒരു LP പ്രോബ്ലം കൺസിഡർ ചെയ്യുക. ILP പ്രോബ്ലം മിനിമൈസ് f of x equal to cx subject to the constraints x belongs to TF എന്നുള്ള ഒരു ILP പ്രോബ്ലം കൺസിഡർ ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള LP പ്രോബ്ലം മിനിമൈസ് f of x equal to cx സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻ x belongs to SF. ആ LP പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മോറോവർ TF നോൺ എംപ്റ്റി ആണെങ്കിൽ, നമുക്ക് എന്ത് പറയാം, നമ്മളുടെ ILP പ്രോബ്ലത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ILP പ്രോബ്ലത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. മോറോവർ ഈ നമ്മൾ കൺസ്ട്രെയിൻസിനെ ഇങ്ങനെ മാറ്റി കൊടുത്താൽ, കോൺവെക്സ് L ഓഫ് TF കൺസിഡർ ചെയ്താൽ കൺസ്ട്രെയിന് ആ സൊല്യൂഷൻ ആ പ്രോബ്ലത്തിനും സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത് ഒബ്വിയസ് ആണ്. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 1 ഈ രണ്ട് പ്രോബ്ലത്തിൽ സൊല്യൂഷൻ്റെ ഒരു ലോവർ ബൗണ്ട് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, TF സബ്സെറ്റ് ഓഫ് കോൺവെക്സ് L ഓഫ് TF സബ്സെറ്റ് ഓഫ് SF. അവിടുന്ന് ഒബ്വിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ മൂന്ന് പ്രോബ്ലത്തിനും സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ SF കുറച്ചുകൂടെ വലിയ സെറ്റാണ്. ഓക്കെ, TFും കോൺവെക്സ് L ഓഫ് TFും SF കൺസിഡർ ചെയ്യുകയാണെങ്കിൽ SF ആണ് ഈ രണ്ട് സെറ്റുകളെയും കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ്. അപ്പോൾ ഈ SFൽ Fൻ്റെ മിനിമം TFലും കോൺവെക്സ് L ഓഫ് TFലുള്ള Fൻ്റെ മിനിമത്തിനേക്കാളും ചെറുതാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഡയറക്റ്റ് ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ തിയറം പ്രൂഫ് നോക്കുക. തിയറത്തിൻ്റെ ലെറ്റ് x നോട്ട് ബി ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 1. അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു ILP പ്രോബ്ലം കൺസിഡർ ചെയ്യുക. പ്രോബ്ലം 2 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള LP പ്രോബ്ലം 1 കൺസിഡർ ചെയ്യുക. അതിന് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളുടെ അസംഷൻ. മോറോവർ TF നോൺ എംപ്റ്റി ആണ്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ പ്രോബ്ലം 1 എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്യാം. ലെറ്റ് x നോട്ട് ബി ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 1. ദെൻ f of x നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x ഫോർ ഓൾ x ബിലോങ്സ് ടു SF. ഓക്കെ, ഇത് സൊല്യൂഷനാണ്. അപ്പോൾ x നോട്ടിൽ Fന് മിനിമം ആയിരിക്കും SFൽ. ലെറ്റ് y ബിലോങ്സ് ടു TF. നമുക്കിനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പ്രോബ്ലം 2നും പ്രോബ്ലം 3ക്കും സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, TFലുള്ള ഒരു പോയിൻ്റാണ് y എന്ന് കരുതുക. ലെറ്റ് y ബിലോങ്സ് ടു TF, ദെൻ y ബിലോങ്സ് ടു SF. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y SFലുണ്ടാവും, കാരണം TF SFൻ്റെ സബ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇൻഇക്വാളിറ്റി A നോക്കുക. അവിടെ നിന്ന് നമുക്ക് f of x നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of y എന്ന് പറയാം. സിൻസ് y ഈസ് ആൻ ആർബിട്രറി വെക്ടർ ഇൻ TF, നമുക്ക് TFലുള്ള എല്ലാ വെക്ടേഴ്സും ഇൻഇക്വാളിറ്റി B സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അതായത് f of x നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of y ഫോർ ഓൾ y ബിലോങ്സ് ടു TF. കാരണം TF SFൻ്റെ സബ്സെറ്റാണ്. ദിസ് മീൻസ് ദാറ്റ് f of y has a lower bound and hence 2 has optimal solution, say y naught. അതിനർത്ഥം f of yക്ക് TF ലോവർ ബൗണ്ട് ഉണ്ട് TFൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പ്രോബ്ലം 2ന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. y നോട്ട് അതിൻ്റെ സൊല്യൂഷനാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബൈ B ഇൻഇക്വാളിറ്റി B നമുക്ക് എന്ത് പറയാം, f of x നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of y നോട്ട് ആണെന്ന് പറയാം. ഓക്കെ,
ഡയറക്റ്റ് പ്രൂഫാണ്, സിമ്പിളാണ്. ഇതേപോലെ തന്നെ ഈ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് കോൺവെക്സ് അൾ ഓഫ് ടി എഫിലും പറയാം. ഓക്കെ, നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺവെക്സ് അൾ ഓഫ് ടി എഫ് സബ്സെറ്റ് ഓഫ് എസ് എഫ് ആണെന്ന് പറയാം. പിന്നെ ടി എഫ് നോൺ എം ടി ആണ്. ടി എഫ് നോൺ എം ടി ആണെങ്കിൽ കോൺവെക്സ് അൾ ഓഫ് ടി എഫും നോൺ എം ടി തന്നെ ആയിരിക്കും. ഓക്കെ, കാരണം ടി എഫിന് കോൺവെക്സ് അൾ ഓഫ് ടി എഫ് കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, ഡയറക്റ്റാണ്. ഓക്കെ, സിമ്പിൾ പ്രൂഫ്. അടുത്ത റിസൾട്ട്, ഇഫ് ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് മിനിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ് സബ്ജക്ട് ടു ദി constraints x belongs to SF is an integer or a mixed integer vector, then it also an optimal solution of minimize f of x belongs to TCF subject to the constraint x belongs to TF. Okay, മിക്സ്ഡ് ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, അവിടെ ഇങ്ങനെ കൊടുക്കുകയായിരിക്കും നല്ലത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ മാറ്റി എഴുതുക. ഇഫ് ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് minimize f of x equal to cx subject to the constraint x belongs to SF is an integer or എന്നുള്ളത് ബ്രാക്കറ്റ് കൊടുക്കുക, or a mixed integer vector. ഓക്കെ, അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. then it is also an optimal solution of minimize f of x equal to cx subject to the constraint x belongs to TF. ഓക്കെ, പിന്നെ വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ പ്രോബ്ലം ഇങ്ങനെ ആയിട്ട് മാറ്റുക. മിനിമൈസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു സി എക്സ് സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻ എക്സ് ബിലോങ്സ് ടു കോൺവെക്സ് അൾ ഓഫ് ടി എഫ്. ഓക്കെ, അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്താൽ അത് അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ചെയ്യാം. ഓക്കെ, പ്രൂഫ് നോക്കുക, സിമ്പിൾ പ്രൂഫാണ്. ലെറ്റ് എക്സ് നോട്ട് ഈസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് എ. പ്രോബ്ലം എ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഒരു സൊല്യൂഷനാണ് എക്സ് നോട്ട് എന്ന് അസ്യൂം ചെയ്യുക. കാരണം നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ പ്രോബ്ലം എക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട് തിയറത്തിൽ. വിച്ച് ഈസ് ആൻ ഇൻറ്റീജർ. ഓക്കെ, ഇൻറ്റീജർ വെക്ടർ, അല്ലെങ്കിൽ അവിടെ ബ്രാക്കറ്റ് വെക്കുക, ഓറെ മിക്സ്ഡ് ഇൻറ്റീജർ വെക്ടർ. ദെൻ എക്സ് നോട്ട് ബിലോങ്സ് ടി എഫ് ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, എക്സ് നോട്ട് എൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. എക്സ് നോട്ട് ഒരു ഇൻറ്റീജർ വെക്ടറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ട് എവിടെ ഉണ്ടാവും? ടി എഫിലുണ്ടാവും. ഓക്കെ, പിന്നെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എസ് എഫ്. ഓക്കെ, മോർ ഓവർ നമുക്ക് എന്ത് പറയാം? ടി എഫ് നോൺ എം ടി ആണെന്ന് പറയാം. ദെൻ ബൈ എബവ് തിയറം, അപ്പോൾ നമുക്ക് തൊട്ട് മുന്നത്തെ തിയറം അപ്ലൈ ചെയ്യുക. ബി ഹാസ്, ഞാൻ ബി എന്ന് നമ്പർ ചെയ്ത അല്ലെങ്കിൽ കൺക്ലൂഷനിലുള്ള പ്രോബ്ലം അതിന് ബി എന്ന് കൊടുക്കുക. then by theorem B has an optimal, problem B എന്ന് എഴുതാം, theorem B അല്ല. then by above theorem problem B has an optimal solution. assume that x naught is not an optimal solution of B. ഓക്കെ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എക്സ് നോട്ട് പ്രോബ്ലം ബീൻ്റെ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എന്ത് പറയാം? കഴിഞ്ഞ തിയറം വെച്ചിട്ട് പ്രോബ്ലം ബിക്ക് ഒരു സൊല്യൂഷൻ, ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. സപ്പോസ് എക്സ് നോട്ട് ഇതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലെറ്റ് വൈ നോട്ട് ബി എനി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ബി. പ്രോബ്ലം ബീൻ്റെ ഒരു സൊല്യൂഷൻ, ഒപ്റ്റിമൽ സൊല്യൂഷനാണ് വൈ നോട്ട് എക്സ് നോട്ടിന് ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എഫ് ഓഫ് വൈ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെന്ന് പറയാം ഫോർ ഓൾ വൈ ബിലോങ്സ് ടു എസ് എഫ്. ഓക്കെ, ടി എഫ് ആക്കിയോ, ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ടി എഫ്. ഓക്കെ, ഇൻ പെർട്ടിക്കുലർ എസ് എഫ് അല്ല, അവിടെ ടി എഫ് എന്നാക്കി കൊടുക്കും. ഓക്കെ, ഇൻ പെർട്ടിക്കുലർ എഫ് ഓഫ് വൈ നോട്ട് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട്, സ്ട്രിക്ട്ലി ലെസ് ദാൻ, കാരണം എക്സ് നോട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല. സിൻസ് ടി എഫ് സബ്സെറ്റ് ഓഫ് എസ് എഫ് വൈ നോട്ട് ബിലോങ്സ് ടു എസ് എഫ്, വൈ നോട്ട് എസ് എഫിലും ഉണ്ടാവും. ദെൻ ബൈ 1 ഇനീക്വാളിറ്റി 1 നോക്കുക. വൈ നോട്ട് എസ് എഫിലെ പോയിൻ്റാണ്, അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എഫ് ഓഫ് വൈ നോട്ട് എന്ന് കിട്ടും. 2ഉം 3യും കോൺട്രഡിക്ഷനാണ്. 2 സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. ഓക്കെ, പിന്നെ ഓക്കെ, അത് കോൺട്രഡിക്ഷനാണ്. എഫ് ഓഫ് വൈ നോട്ട് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് ഇനീക്വാളിറ്റി 2. ഇനീക്വാളിറ്റി 3 എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ നോട്ട്. ഓക്കെ, അത് കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മളുടെ അസംഷൻ ശരിയല്ല. എക്സ് നോട്ട് പ്രോബ്ലം ബീൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന്
ഉറപ്പിക്കാം. ഓക്കെ, ഇനി അടുത്ത തിയറി. An optimal solution minimize f of x equal to cx subject to the constraint x belongs to tf is an optimal solution of minimize f of x equal to is an optimal solution of minimize f of x equal to cx subject to the constraints x belongs to box tf, അതായത് convex of tf. Okay, first statement. Conversely, a basic optimal solution of 2 is an optimal solution of 1. Okay, തിയറം പറയുന്നത് നമ്മൾ ILP പ്രോബ്ലം, ഇൻറ്റീജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കൺസിഡർ ചെയ്യുക. മിനിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ് സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻ എക്സ് ബിലോങ്സ് ടു ടി എഫ്. അതിനൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആകും എന്നാണ് പറയുന്നത്? മിനിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ് സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻ എക്സ് ബിലോങ്സ് ടു ബോക്സ് ടി എഫ്, അതായത് കോൺവെക്സ് അല്ല ഓഫ് ടി എഫ്. ഓക്കെ, അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കുക, അത് നമുക്ക് ചെയ്യാം. കോൺവേഴ്സ് പറയുകയാണെങ്കിൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, പ്രോബ്ലം 2ൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ പ്രോബ്ലം 1ൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. കാരണം എന്താണ്? പ്രോബ്ലം 2ൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടി എഫിൻ്റെ വെർട്ടെക്സുകളായിരിക്കും, ബോക്സ് ടി എഫിൻ്റെ വെർട്ടെക്സുകളായിരിക്കും. ബോക്സ് ടി എഫിൻ്റെ വെർട്ടെക്സുകളൊക്കെ ഇൻറ്റീജർ വെക്ടറുകളായിരിക്കും, അത് ടി എഫിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസ് ഓഫ് ടി എഫ്, ബേസിക് ഒപ്റ്റിമൽ സൊല്യൂഷൻ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആവണം, അത് ഒപ്റ്റിമൽ ആവണം. ഓക്കെ, പ്രോബ്ലം 2ൻ്റെ അങ്ങനെയാണെങ്കിൽ അത് ആ സൊല്യൂഷൻ ഇൻറ്റീജർ വെക്ടർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ അത് 1ൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, പ്രൂവ് ചെയ്യുക. സിമ്പിൾ പ്രൂഫാണ്, ഡയറക്റ്റാണ്. ഓക്കെ, ശരി. ലെറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു ടി എഫ് ബി ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 1. ഓക്കെ, പ്രോബ്ലം 1 കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനാണ് എക്സ് നോട്ട് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എക്സ് നോട്ട് പ്രോബ്ലം 2ൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനാണെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ടി എഫ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, കാരണം എക്സ് നോട്ട് ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് നോട്ട് പ്രോബ്ലം 2ൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ കയ്യിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ബോക്സ് ടി എഫ് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആർബിട്രറി ആയിട്ട് ഒരു പോയിൻറ്റിനെ ബോക്സ് ടി എഫിനെ കൺസിഡർ ചെയ്യുക. ലെറ്റ് വൈ ബിലോങ്സ് ടു box TF, convex cell of TF. Then there exist x1, x2, etc. xr belongs to TF such that for some r in n, okay, finite ആയിട്ട് ടി എഫിൽ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? വൈ ഈ ടി എഫിലെ ഈ എലമെൻറ്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട്. ഓക്കെ, അതാണ് എഴുതിയത്. ലെറ്റ് വൈ ബിലോങ്സ് ടു കോൺവെക്സ് സെൽ ഓഫ് ടി എഫ്. ദെൻ there exists x1, x2, etc. xr in TF for some r in n such that there exists such that ആണ് y equal to summation I runs from 1 to r lambda I xi lambda where lambda I greater than or equal to 0 and summation lambda I equal to 1. അതായത് yനെ ടി എഫിലുള്ള എലമെൻസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാം. കാരണം y എന്ന് പറഞ്ഞാൽ y ടി എഫിൻ്റെ കോൺവെക്സ് അള്ളിലുള്ള എലമെൻ്റാണ്. കോൺവെക്സ് അള്ള് എന്ന് പറഞ്ഞാൽ വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് കോൺവെക്സ് സെറ്റ്, ടി എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് കോൺവെക്സ് സെറ്റ്. ഓക്കെ, അതായത് ടി എഫിലുള്ള എലമെൻസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ. ഓക്കെ, ആൾസോ എക്സ് നോട്ട് ബിലോങ്സ് ടു ടി എഫ്. ഓക്കെ, കാരണം ടി എഫ് കണ്ടെയ്ൻഡ് ഇൻ ബോക്സ് ടി എഫ് ആണ്. ഓക്കെ, എക്സ് നോട്ട് ടി എഫിലുള്ള എലമെൻറ്റുമാണ്. ആൾസോ എക്സ് നോട്ട് ബിലോങ്സ് ടു ടി എഫ്. ലെറ്റ് വൈ ബി ഡിഫറെൻറ്റ് ഫ്രം എക്സ് നോട്ട്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുക വൈ എക്സ് നോട്ട് അല്ല എന്ന് കരുതുക. ഓക്കെ, സപ്പോസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. കോൺട്രഡിക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് തിയറം കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം എഫ് ഓഫ് വൈ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട്. വൈക്ക് എക്സ്പ്രഷൻ കൊടുക്കുക വിച്ച് ഇംപ്ലൈസ്
summation I runs from 1 to n 1 to r lambda I xi less than f of x naught, which implies f ലീനിയർ ഫംഗ്ഷനാണ്. ഓക്കെ, ലീനിയർ ഫംഗ്ഷനാണ്. നമ്മൾ സാധാരണ എൽ പി പ്രോബ്ലത്തിലൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ലീനിയർ ഫംഗ്ഷൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to r ലാംഡ ഐ എക്സ് ഐനെ ഇതേപോലെ റീറൈറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ഈക്വൽ ആയിരിക്കും സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to r ലാംഡ ഐ എഫ് ഓഫ് എക്സ് ഐ which will be less than f of x naught since f is linear. ഓക്കെ, ഇനി നോക്കാം. ലെറ്റ് എക്സ് കെ ബിലോങ്സ് ടു set x1 x2 etc xr such that f of xk equal to minimum of f of x1 x of x2 etc f of xr. അതായത് വൈനെ നമ്മൾ ടി എഫിലുള്ള കോൺവെക്സ് ലീനിയർ എലമെൻസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തു. ആ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലുള്ള വെക്റ്റേഴ്സ് കൺസിഡർ ചെയ്യുക. അതിൽ എഫിൻ്റെ വാല്യൂ എവിടെയാണ് മിനിമം വരുന്നത് നോക്കുക. ആ വെക്ടറിനെ ചൂസ് ചെയ്യുക. അതാണ് എക്സ് കെ. ലെറ്റ് എക്സ് കെ ബിലോങ്സ് ടു സെറ്റ് x1 x2 etc xr such that f of xk equal to minimum of f of x1 etc f of xr. Then summation I runs from 1 to r lambda I f of xk will be less than or equal to summation I runs from 1 to r lambda I f of xi. Okay, which is less than f of x naught. ഓക്കെ, ആ ഇൻഇക്വാളിറ്റി വന്നത് എവിടെ നിന്നാണ് നോക്കാം. ഞാൻ തൊട്ട് മുന്നേ ചെയ്ത് വെച്ച ഇൻഇക്വാളിറ്റി നോക്കുക. സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to r ലാംഡ ഐ എഫ് ഓഫ് എക്സ് ഐ. ഞാൻ എഫ് ഓഫ് എക്സ് ഐക്ക് പകരമായിട്ട് എഫ് ഓഫ് എക്സ് കെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് വൺ എക്സെട്ര എഫ് ഓഫ് എക്സ് ആർ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇൻഇക്വാളിറ്റി ആ ടേം ആ ഇൻഇക്വാളിറ്റിയുള്ള ടേം ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ഓക്കെ, അതാണ് എഴുതിയത്. അതായത് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to r ലാംഡ ഐ എഫ് ഓഫ് എക്സ് ഐ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to r ലാംഡ ഐ എഫ് ഓഫ് എക്സ് കെ ആയിരിക്കും. അതാണ് ഞാൻ ഇപ്പോൾ എഴുതിയ കൺക്ലൂഷനിൽ എഴുതിയ ഇൻഇക്വാളിറ്റിൻ്റെ ആദ്യത്തെ പാർട്ട്. സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to r ലാംഡ ഐ എഫ് ഓഫ് എക്സ് കെ ലെസ് ദാൻ സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to r ലാംഡ ഐ എഫ് ഓഫ് എക്സ് ഐ വിച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട്. അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ. ഓക്കെ, എഫ് ഓഫ് എക്സ് കെ പുറത്തെഴുതാം, കാരണം ഐ ടി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് കെ ഇൻറ്റു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to r ലാംഡ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to r ലാംഡ ഐ എഫ് ഓഫ് എക്സ് ഐ വിച്ച് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട്. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് കെ ലെസ് ദാൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട്. അതായത് നമുക്ക് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to r ലാംഡ ഐ 1 ആണെന്ന് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എഫ് ഓഫ് എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to r ലാംഡ ഐ എഫ് ഓഫ് എക്സ് ഐ വിച്ച് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടും. അത് കോൺട്രഡിക്ഷൻ ആണ്. അവിടുന്ന് ആ ഇൻഇക്വാളിറ്റി നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് കെ സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ടാണെന്ന് എഴുതാം. എക്സ് കെയും എക്സ് നോട്ടും ടി എഫിലുള്ള എലമെൻ്റാണ്. എഫ് ഓഫ് എക്സ് കെ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളത് കോൺട്രഡിക്ഷനാണ്. കാരണം എക്സ് നോട്ട് ടി എഫിൽ എഫിൻ്റെ മിനിമം തരുന്ന പോയിൻ്റാണ്. ഓക്കെ, അതിന് ഒരു പോയിൻറ്റും എക്സ് നോട്ടിലുള്ള വാല്യൂവിനേക്കാളും എഫിൻ്റെ എക്സ് നോട്ടിലുള്ള വാല്യൂവിനേക്കാളും ചെറുതായിട്ട് വരില്ല ടി എഫിൽ. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് നോട്ട് എഫിൻ്റെ മിനിമം എന്നുള്ളതിൻ്റെ മിനിമം പോയിൻ്റാണെന്നുള്ളതിന് കോൺട്രഡിക്ഷനാണത്. അപ്പോൾ കോൺട്രഡിക്ഷനിൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മളുടെ അസംഷൻ ഫാൾസ് ആണ്. അതായത് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെന്ന് പറയാം. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെന്ന് പറയാം. വൈ ആർബിട്രറി ചോയ്സ് ആയതുകൊണ്ട്, ബോക്സ് ടി എഫിലെ ആർബിട്രറി ചോയ്സ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ബോക്സ് ടി എഫ് എന്ന് പറയാം. ഓക്കെ, കോൺവെക്സ് എൽ ഓഫ് ടി എഫ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് conversely assume that x naught be a basic optimal solution of 2. x naught പ്രോബ്ലം 2ൻ്റെ ഒരു ബേസിക് ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. ഓക്കെ, അതായത് എക്സ് നോട്ട് എന്ന് പറയുന്നത് ബോക്സ് ടി എഫിൻ്റെ ഒരു വെർട്ടെക്സ് ആയിരിക്കും.
ഓക്കെ, ബോക്സ് ടി എഫിൻ്റെ ഒരു വെർട്ടെക്സ് ആയിരിക്കും. ബോക്സ് ടി എഫ് എന്ന് പറഞ്ഞാൽ ടി എഫിലുള്ള എലമെൻസിൻ്റെ കോൺവെക്സ് ഉള്ളതാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ വെർട്ടെക്സുകളൊക്കെ ടി എഫിലുള്ള എലമെൻസ് ആയിരിക്കും. ഓക്കെ, ആ ഐഡിയ ആണ് ഉപയോഗിക്കുന്നത്. അസ്യൂം ദാറ്റ് ലെറ്റ് എക്സ് നോട്ട് ബി ആൻ ബേസിക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 2, then എക്സ് നോട്ട് ഈസ് എ വെർട്ടെക്സ് ഓഫ് ടി എഫ് ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ബോക്സ് ടി എഫ്. ഓക്കെ, അതായത് എക്സ് നോട്ട് ബേസിക് ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ടി എഫിൻ്റെ ഒരു വെർട്ടെക്സ് ആയിരിക്കും എക്സ് നോട്ട്. മോർ ഓവർ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ബോക്സ് ടി എഫ്. ഓക്കെ, ബോക്സ് ടി എഫിൻ്റെ വെർട്ടെക്സ് ആണ് എക്സ് നോട്ട്. ബോക്സ് ടി എഫ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ഉള്ളതാണ് ടി എഫിൻ്റെ, അതായത് ടി എഫിലുള്ള എലമെൻസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ്. അപ്പോൾ ബോക്സ് ടി എഫിൻ്റെ വെർട്ടെക്സുകൾ എന്ന് പറഞ്ഞാൽ ടി എഫിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് എഴുതിയത്. ദാറ്റ് ഈസ് എക്സ് നോട്ട് ബിലോങ്സ് ടു ടി എഫ് ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ടി എഫ്. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എക്സ് നോട്ട് ബിലോങ്സ് ടു ടി എഫ് ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് for all x belongs to tf as tf subset of box tf. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് നോട്ട് ടി എഫിലുണ്ട് എന്ന് പറയാം. എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെന്ന് പറയാം. ഫോർ ഓൾ വൈ ബിലോങ്സ് ടു കോൺവെക്സ് ഓഫ് ടി എഫ്. പക്ഷേ ടി എഫ് ബോക്സ് ടി എഫിൻ്റെ സബ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, ഈ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ടി എഫ്. ഓക്കെ, അതായത് എക്സ് നോട്ട് പ്രോബ്ലം 1ൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. ഇത്രയാണ് നമുക്ക് റിസൾട്ടുകൾ പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.